എന്തായിരുന്നു ഇന്നലെ? ഒരു ഇന്ത്യക്കാരനും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ, അല്ലേ? ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ തന്നെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് സൃഷ്ടിക്കാറ്. എന്നാൽ ദുബായിലെ ഏഷ്യ കപ്പ് ഫൈനൽ അവസാനിച്ചതിന് പിന്നാലെ ആരാധകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും മനസ്സിൽ ഒരു ചോദ്യമാണ് തങ്ങി നിൽക്കുന്നത്: ട്രോഫി എവിടെ? ട്രോഫി കയ്യിലില്ലാതെ ഇന്ത്യൻ ടീം വിജയം ആഘോഷിച്ചപ്പോഴും മത്സരത്തെ തീവ്രമായ സമ്മർദ്ദത്താലും സാങ്കേതിക തികവിനാലും അടയാളപ്പെടുത്തിയത് സാക്ഷാൽ തിലക് വർമ്മയുടെ ബാറ്റിങ്ങും ഇന്ത്യൻ സ്പിന്നർമാരുടെ അത്യപൂർവമായ പ്രഹരശേഷിയുമായിരുന്നു. ട്രോഫി ഇല്ലാത്ത ആഘോഷങ്ങളെക്കുറിച്ചുള്ള ഈ ബഹളങ്ങൾക്കിടയിലും ഒരു ഇതിഹാസ താരം മുൻനിരയിലേക്ക് വന്ന ആവേശകരമായ ആ മത്സരം നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതായി മാറുകയാണ്. കളിയിലേക്ക് വന്നാൽ കുൽദീപ് യാദവിന്റെയും വരുൺ ചക്രവർത്തിയുടെയും മികവിൽ പാകിസ്ഥാനെ 147 എന്ന ചെറിയ സ്കോറിൽ ഒതുക്കിയതോടെ ഇന്ത്യ വളരെ എളുപ്പത്തിൽ വിജയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ ഫൈനലിന്റെ സമ്മർദ്ദം ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ പിടികൂടി. സ്കോർ ബോർഡ് വെറും 20 റൺസിൽ നിൽക്കെ 3 വിക്കറ്റുകളാണ് ഇന്ത്യ തുലച്ചു കളഞ്ഞത്. അതിൽ ഒരുപാട് പ്രതീക്ഷയർപ്പിച്ചിരുന്ന അഭിഷേക് ശർമ്മയുണ്ട്, ശുഭ്മൻ ഗില്ലുണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്. അഭിഷേക് ശർമ്മ ടൂർണമെന്റിൽ അങ്ങോളം ഇങ്ങോളം മികച്ച ഫോമിലായിരുന്നു എന്ന് പറയാം. പക്ഷേ ശുഭ്മൻ ഗില്ലും സൂര്യകുമാർ യാദവും ഈ ടൂർണമെന്റിൽ വളരെ മോശം പ്രകടനമാണ് അങ്ങോളം ഇങ്ങോളം കാഴ്ചവെച്ചത്. ഇവർ 3 പേരും അടിപതറിയപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ ആശങ്ക പരന്നു. ദയനീയ നിലയിലായിരുന്നു ഇന്ത്യ എന്ന് പറയാം. ആരാധകരുടെ ചങ്കിടിപ്പ് കൂടി ഓരോ ഇന്ത്യക്കാരനും പ്രാർത്ഥിച്ചു. എന്നാൽ ഈ ഒരു അവസരത്തിലാണ് പ്രതിസന്ധി ഘട്ടത്തിൽ തിലക് വർമ്മ ക്രീസിലെത്തിയത്. ശരീരഭാഷയിൽ വളരെ കാംനെസ് ഫീൽ ചെയ്തിരുന്നു. വളരെയധികം അച്ചടക്കത്തോടെയാണ് തിലക് വർമ്മ തന്റെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി ബാറ്റ് ചെയ്തത് എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ തോൽവി സമ്മതിച്ചു കൊടുക്കുന്നവന്റെ ഒരു ഭാവമല്ലായിരുന്നു. അഭിഷേക് വർമ്മ പെട്ടെന്ന് പുറത്തായതിന് പിന്നാലെ ശുഭ്മൻ ഗില്ലും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും വീണ ആ ഒരു മണ്ണിലേക്കാണ് തിലക് വർമ്മ നടന്നെടുക്കുന്നത്. പാകിസ്ഥാൻ വളരെയേറെ പ്രതീക്ഷയിലായിരുന്നു. അവർ കപ്പടിക്കും എന്ന വീറും വാശിയോടെയായിരുന്നു ആ നിമിഷങ്ങളെ കണ്ടത്. എന്നാൽ ഫഹീം അഷ്റഫിന്റെ അടുത്തടുത്ത പന്തുകളിൽ ഒരു 4ഉം ഒരു 6ഉം പറത്തി തിലക് വർമ്മ തന്റെ വരവറിയിച്ചു. തുടർന്ന് വന്ന സഞ്ജു സാംസൺ തിലക് വർമ്മയുമായി ചേർന്ന് ചെറുതെങ്കിലും ഒരു വലിയ കൂട്ടുകെട്ട് തന്നെ എന്ന് പറയാവുന്ന ഒരു ഇന്നിങ്സ് ആണ് കളിച്ചത്. കാരണം അത് ഇന്ത്യക്ക് ഒരു സുപ്രധാനമായ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. പക്ഷേ അധികം വൈകാതെ തന്നെ സഞ്ജു പുറത്തായതോടെ മത്സരം വീണ്ടും മുറുകി. എങ്കിലും തിലക് കളിച്ച ഓരോ ഷോട്ടിലും അദ്ദേഹത്തിന്റെ അസാമാന്യമായ മനോധൈര്യം, അതിന്റെ മുദ്ര പതിഞ്ഞിട്ടുണ്ടായിരുന്നു. 19ാം ഓവറിൽ ശിവൻ ദൂബയുടെ വിക്കറ്റ് വീണതിന് ശേഷവും പന്തിനെ പുൾ ചെയ്ത് സ്റ്റാൻഡിലേക്ക് എത്തിച്ച ആ സിക്സർ വിജയത്തിൽ, അതായത് ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ പേരെഴുതി ചേർക്കുന്നതായിരുന്നു. അത്രത്തോളം വലിയ സമ്മർദ്ദം ഉൾക്കൊള്ളാനും വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കാനുള്ള ശരിയായ താക്കോൽ കണ്ടെത്താനുമുള്ള അദ്ദേഹത്തിന്റെ അപാരമായ മാനസിക ശേഷി ഈ ഇന്നിങ്സിലൂടെ ലോകത്തിന് മുന്നിൽ അദ്ദേഹം തെളിയിക്കുകയാണ്. കളിക്കളത്തിലെ തിലകിന്റെ യഥാർത്ഥ ക്ലാസ് പുറത്തു വന്നത് ദുബായിലെ സ്ലോ സ്റ്റിക്ക് പിച്ച് ആവശ്യപ്പെട്ട പൊരുത്തപ്പെടുത്തലിന് അനുകൂലമായ രീതിയിൽ ബാറ്റ് വീശിയപ്പോഴാണ്. പന്ത് ബാറ്റിലേക്ക് വരാൻ മടി കാണിക്കുമ്പോൾ ഷോട്ടുകൾ കളിക്കുന്നത് ലേറ്റാക്കിയ തന്ത്രം അദ്ദേഹത്തിന്റെ സാങ്കേതിക തികവിനെ സൂചിപ്പിക്കുന്നതായിരുന്നു. സ്പിന്നർമാർക്കെതിരെ വളരെ മികച്ച സ്ട്രൈക്ക് റേറ്റ് കണ്ടെത്താൻ പ്രയാസമുണ്ടായിരുന്നു എന്ന വിമർശനത്തിന് അദ്ദേഹം ഫൈനലിലൂടെ മറുപടി നൽകുകയായിരുന്നു. പരിശീലന സെഷനുകളിലെ കഠിനാധ്വാനമാണ് ഇവിടെ ഫലം കണ്ടത്. അബ്രാർ അഹമ്മദിനെതിരെ അദ്ദേഹം താഴ്ന്നിരുന്ന് സ്ലോ സ്വീപ്പ് ഷോട്ട് കളിച്ചത് ഒരു ചരിത്രമായി അടയാളപ്പെടുത്തേണ്ടതാണ്. അതുപോലെ മുഹമ്മദ് നവാസിനെ നേരിടുമ്പോൾ കാലുകൾ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ച് കൃത്യമായി പ്രതിരോധിച്ചതും സ്പിന്നിനെതിരെ തിലക് തന്റെ ഗെയിം മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകിയത്. ഇന്ത്യൻ വിജയത്തിന് അടിത്തറ പാകിയത് സ്പിൻ ബോളിംഗ് ആയിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. ഫഖർ സമാൻ, സാഹിബ് സാദ ഫറാൻ എന്നിവരടങ്ങിയ ഓപ്പണിംഗ് ജോഡിയുടെ കൂട്ടുകെട്ട് ഒരു വിധത്തിൽ നമ്മളെ ഉള്ളുലപ്പിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ അത് തകർത്ത് കളി ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തിച്ചത് സ്പിന്നർമാരാണ്. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച കുൽദീപ് യാദവ് 7 മത്സരങ്ങളിൽ നിന്നായി 17 വിക്കറ്റുകളാണ് പിഴുതെറിഞ്ഞത്.
ഫൈനലിലും അദ്ദേഹം നമ്മുടെ വിജയശില്പിയായി. അദ്ദേഹത്തിന്റെ പന്തിനെ റീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പാക് ബാറ്റർമാർക്ക് പ്രധാന വെല്ലുവിളിയായത്. വരുൺ ചക്രവർത്തിയുടെ പന്തിന്റെ വേഗതയിലും പിച്ചിന്റെ മൊമെന്റത്തിലും നേരിയ കുറവുണ്ടായതായി വിദഗ്ധർ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കുൽദീപിന് പ്രഹരശേഷി നൽകുന്നതിൽ വരുണിന്റെ പങ്കും വലുതായിരുന്നു. എന്നാൽ ഈ വിജയം ആഘോഷിക്കുമ്പോഴും ടീം സെലക്ഷനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ശിവൻ ദൂബയ്ക്ക് ആദ്യ ഓവർ നൽകിയത് വിവാദമായി മാറിയിരുന്നു. അതിനു പകരം ജസ്പ്രീത് ബുംറയെയോ അർഷദീപ് സിംഗിനെയോ പോലുള്ള ഒരു പ്രീമിയം പേസ് ബോളർക്ക് പുതിയ പന്ത് നൽകി പരീക്ഷിക്കാനുള്ള അവസരം പാഴാക്കിയെന്ന വാദമാണ് പ്രധാനമായും ഒരു വിവാദമായി ഉയർന്നു വന്നത്. ടൂർണമെന്റിലുടനീളം ഇന്ത്യ പരീക്ഷണങ്ങൾ തുടർന്നതിനെക്കുറിച്ചും വിമർശനങ്ങൾ ഏറെയുണ്ട്. മറുവശത്ത് ടൂർണമെന്റിന്റെ തുടക്കത്തിൽ പതറിയെങ്കിലും ഫൈനലിൽ ഷഹീൻ അഫ്രീദി തന്റെ ക്ലാസ് തെളിയിക്കുകയുണ്ടായി. ബോളിംഗ് ലെങ്ത്തിൽ മാറ്റങ്ങൾ വരുത്തി ബൗൺസ് കുറഞ്ഞ പിച്ചിൽ ബാക്ക് ഓഫ് എ ലെങ്ത് എറിഞ്ഞത് മികച്ച ഫലം നൽകുന്ന ഒരു ടാക്ടിക്സ് ആയിരുന്നു. ഇത് പ്രീമിയം ഫാസ്റ്റ് ബോളർമാർക്ക് മാത്രമേ സാധിക്കൂ എന്നും എന്നാൽ ഇന്ത്യ ഈ റിസോഴ്സ് പൂർണ്ണമായി ഉപയോഗിക്കുന്നില്ലെന്നുമുള്ള വാദമാണ് ഇതോടുകൂടി ഉയർന്നത്. എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ദിവസത്തെ രാത്രി തിലക് വർമ്മയ്ക്കുള്ളതായിരുന്നു. കളിച്ച ഓരോ ഷോട്ടും പരിശീലന സെഷനുകളിൽ അദ്ദേഹം മെച്ചപ്പെടുത്തലിനായി ശ്രമിക്കുകയായിരുന്നു എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. ട്രോഫി ഇല്ലാത്ത വിജയമായാലും അല്ലെങ്കിലും ആ രാത്രിയിലെ ഒരു വിജയശില്പിയായി തിലക് വർമ്മ മാറുകയാണ്. നിലവിൽ T20 ഫോർമാറ്റിലെ താരമാണെങ്കിലും ഈ ഒരു ടെമ്പർമെന്റും സാങ്കേതിക തികവും തിലക് വർമ്മയെ മറ്റെല്ലാ ഫോർമാറ്റുകളിലേക്കും ക്ഷണിക്കാൻ യോഗ്യത കൽപ്പിക്കുന്നതാണ്. ഇനി തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ആണ്. ഇങ്ങനെ ഒരു മികച്ച താരത്തെ നമ്മൾ എന്തുകൊണ്ട് എല്ലാ ഫോർമാറ്റുകളിലും ഉപയോഗിക്കുന്നില്ല? ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ തന്റെ പേര് ഒരു തിലകക്കുറിയായി അദ്ദേഹം എക്കാലത്തേക്കുമാണ് ആലേഖനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നത്. ഈ വിജയത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് സൂര്യകുമാർ യാദവ് പറഞ്ഞ വാക്കുകളും ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നു. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും സന്തോഷവും ആഘോഷവും കാണുമ്പോൾ ഞങ്ങൾക്ക് അതൊരു ട്രോഫിയേക്കാൾ വലുതാണ്. അതെ, ഇന്ത്യയിലെ ഓരോ പൗരനും ആഘോഷിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്, അഭിമാനിക്കുകയാണ്.